നമസ്കാരം. വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നാൽ അത്തരമൊരു അവസ്ഥയിലാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉള്ളത്. അതായത് ഹമാസിനെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഇവിടെ ഹമാസുമായി യുദ്ധം പ്രഖ്യാപിച്ചത്. ബന്ദികളെ എന്ത് വില കൊടുത്തും തിരികെ കൊണ്ടുവരും എന്നും ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചിരുന്നു. യഥാർത്ഥത്തിൽ ഈ രണ്ട് കാര്യവും ഇതുവരെ നടന്നിട്ടില്ല. ഹമാസുമായി ഇസ്രായേൽ ഇതുവരെ നടത്തിയ യുദ്ധത്തിൽ വലിയ നഷ്ടങ്ങൾ ഇസ്രായേലിന് ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, ഇവിടെ ഒരിക്കലും ഇസ്രായേൽ ഈ യുദ്ധത്തിൽ വിജയിക്കാൻ പോകുന്നില്ല എന്നും പല പ്രമുഖരും അഭിപ്രായപ്പെട്ടു. ഇസ്രായേൽ ഭരണാധികാരികൾ, അവരുടെ വിവിധ സൈനിക വിഭാഗത്തിന്റെ മേധാവിമാർ, നേരത്തെ ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി, ഇവരെല്ലാവരും പറഞ്ഞു. മാത്രമല്ല, 1000-ഓളം വരുന്ന ഇസ്രായേൽ സൈനികർ ഇനി സൈന്യത്തിൽ ചേർന്ന് പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞ് സർക്കാരിന് കത്തുകൊടുത്തു. സൈന്യത്തിൽ നിന്ന് വിരമിച്ച 1600-ഓളം ആളുകൾ അവരും സർക്കാരിനെതിരെ രംഗത്തെത്തി. ഇപ്പോഴത്തെ ഒരു അവസ്ഥ പറയുകയാണെങ്കിൽ, ഒരു വോട്ടെടുപ്പ് നടന്നാൽ നിലവിലെ ഈ ഭരണസമിതിക്കെതിരെ നിൽക്കുന്ന വിഭാഗത്തിന് 70% വോട്ടുകൾ കിട്ടും എന്ന ഒരു അവസ്ഥയാണുള്ളത്. അതായത് 30% പിന്തുണ മാത്രമാണ് ഇപ്പോഴത്തെ ഈ ഭരണകൂടത്തിനുള്ളൂ. അത്രമാത്രം ഇസ്രായേൽ പരാജയപ്പെട്ടിട്ടുണ്ട്. യുദ്ധത്തിൽ മാത്രമല്ല, സ്വന്തം രാജ്യത്തും അവർ പൂർണ്ണ പരാജയമാണ്. ലോക രാജ്യങ്ങൾക്ക് മുന്നിലും ഇസ്രായേൽ പരാജയമാണ് എന്ന കാര്യം എല്ലാവരും തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. എന്നാലും ഇത്തരത്തിലുള്ള ഈ ഒരു പരാജയത്തിന്റെ ആ ഒരു നാണക്കേട് ഒഴിവാക്കുന്നതിന് വേണ്ടി ഇവിടെ ഇസ്രായേൽ കണ്ടെത്തിയ വളരെ പ്രധാനപ്പെട്ട ഒരു മാർഗമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലെത്തി എന്നുള്ളത്. ഇറാനെ ആക്രമിക്കുക, ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുക. ഇറാനെ ആക്രമിച്ച ഒരു പരുവമാക്കിയാൽ ഹൂത്തികളും ഹിസ്ബുള്ളയും അതുപോലെ തന്നെ ഹമാസും തലപൊക്കില്ല. ഗസയെ പൂർണ്ണമായും ഇസ്രായേലിന് ഭരിക്കാം. ബന്ദികളെ ഇനി ജീവനോടെ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, അവരുടെ മൃതദേഹമെങ്കിലും ഇസ്രായേലിലേക്ക് കൊണ്ടുപോകാം. ഗസ പൂർണ്ണമായും കുട്ടിച്ചോറാക്കാം. ഇപ്പോൾ ഏറെക്കുറെ കുട്ടിച്ചോറാക്കി, സാധാരണക്കാരെ ഒരുപാട് ആളുകളെ കൊന്നു തള്ളി. എന്നാൽ ഇറാന്റെ പിന്തുണയാണ് ഹമാസിന്റെ ധൈര്യം. ആ ധൈര്യം ഇപ്പോഴും അവർക്കുണ്ട്. അവർ പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ്. അതുപോലെ തന്നെ ഹൂത്തികൾ അതിശക്തമായ ആക്രമണം ഇസ്രായേലിനകത്തേക്ക് നടത്തുന്നുണ്ട്. ഇസ്രായേലിന് അതുകൂടെ ശ്രദ്ധിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ ഹിസ്ബുള്ള ഏത് നിമിഷവും വാളെടുക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ വലിയ പ്രശ്നങ്ങളില്ല, പക്ഷെ ഏത് നിമിഷവും വാളെടുക്കും. ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നൊരു ആക്രമണം ഉണ്ടാകും. അത് ഇസ്രായേൽ ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇറാനെ ആക്രമിച്ച് ഇല്ലാതാക്കുക, ഈ ഒരു ആവശ്യം അമേരിക്കക്ക് മുന്നിൽ ഇസ്രായേൽ പലതവണ അവതരിപ്പിച്ചു. ഇറാന്റെ നേതൃത്വത്തിലുള്ള അച്ചുതണ്ടിൽ ഭീകര സംഘങ്ങളും സംഘടനകളും ഭീകര രാജ്യങ്ങളും ഒക്കെ ഒരുമിച്ച് നിൽക്കുന്നു. ഏത് നിമിഷവും അമേരിക്കയും ഇസ്രായേലും ഒക്കെ ഒന്നുമല്ലാതാകും. ഭീകര രാജ്യങ്ങൾ എന്ന് ഉദ്ദേശിച്ചത് ഗൾഫ് മേഖലയിൽ ഗൾഫ് രാജ്യങ്ങളാണ്. സൗദി അറേബ്യ ആണെങ്കിലും ബഹ്റൈൻ ആണെങ്കിലും ഖത്തർ ആണെങ്കിലും UAE ആണെങ്കിലും ഇതൊക്കെ മുസ്ലിം രാജ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ രാജ്യങ്ങൾ ഇറാനെ അംഗീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത്തരം ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ആക്രമിക്കണം. ഈ കഴിഞ്ഞ ദിവസം സൗദി അറേബ്യയുടെ ഡിഫൻസ് ചീഫ് ടെഹ്റാനിൽ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖംനായുമായി കൂടിക്കാഴ്ച നടത്തി. അതായത് ഇസ്രായേൽ അല്ല ഞങ്ങൾക്ക് വലുത്, തീർച്ചയായും ഇറാൻ തന്നെയാണ് എന്നതാണ് സൗദിയുടെ ഇപ്പോഴത്തെ നിലപാട്. സൗദി അത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കാൻ കാരണമായത് റഷ്യയും ചൈനയും ഉത്തര കൊറിയയും ഒക്കെയായി ഇവിടെ ഇറാൻ അവരുടെ ഒരു കൂട്ടുകെട്ട്, ആ കൂട്ടുകെട്ട് കണ്ടതുകൊണ്ട് തന്നെയാണ്. അമേരിക്കയെ തൽക്കാലം മാറ്റി നിർത്തി ഇസ്രായേലിനെതിരെ നിലപാടെടുക്കുന്ന ഇറാനുമായി ചേർന്നു പോയാലേ ഭാവിയിൽ നിലനിൽപ്പുള്ളൂ എന്ന ഒരു കണ്ടെത്തൽ അല്ലെങ്കിൽ അത്തരത്തിലൊരു ചിന്ത സൗദിക്ക് ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ടെഹ്റാനിലെ ഏറ്റവും പുതിയ കൂടിക്കാഴ്ച. അത്തരത്തിലുള്ള ചില വാർത്തകൾ ഇപ്പോൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. എന്തായാലും ഏപ്രിൽ മാസം ആദ്യം മുതൽക്കേ ഇറാനെ ആക്രമിച്ചു കീഴ്പ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ഒരു ഭാഗത്ത് ഇസ്രായേൽ ശക്തിപ്പെടുത്തി. ഈ സമയത്ത് തന്നെ അമേരിക്കയും ഇറാനെതിരെ പല വിധത്തിലുമുള്ള ഭീഷണികൾ മുഴക്കി. അതായത് ഇസ്രായേലിന് വേണ്ടിയാണല്ലോ അമേരിക്ക നിലകൊള്ളുന്നത്. ഇസ്രായേലിനെ തൃപ്തിപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി ഇവിടെ ഇറാനെ പലപ്പോഴും ഭീഷണിപ്പെടുത്തി. ഞങ്ങൾ നിങ്ങളുടെ രാജ്യം ബോംബിട്ട് കത്തിക്കും, നിങ്ങളെ ഞങ്ങൾ ഒരു പരുവമാക്കും, നിങ്ങൾ നിങ്ങളുടെ ആണവ പരീക്ഷണങ്ങൾ അവസാനിപ്പിക്കണം, ആണവ കരാറുണ്ടാക്കുന്നതിന് വേണ്ടി നിങ്ങൾ സഹകരിക്കണം, ഇതൊക്കെ പറഞ്ഞായിരുന്നു അമേരിക്കയുടെ ഭീഷണി. എന്നാൽ ഈ ഭീഷണി പലപ്പോഴും ഇവിടെ ഇറാൻ തള്ളിക്കളഞ്ഞു. ഏറ്റവും അവസാനം ഒമാനിലെ മസ്കറ്റിൽ അമേരിക്കയുടെ പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫുമായി ഇറാൻ ഒരു ചർച്ചയ്ക്ക് തയ്യാറായി. ഈ ചർച്ചയിൽ ഇവിടെ ഇറാന് പറയാനുള്ള കാര്യങ്ങൾ മധ്യസ്ഥൻ മുഖേന കൃത്യമായി അവതരിപ്പിച്ചു. ലോകരാജ്യങ്ങൾക്കും അമേരിക്കക്കും ബോധ്യപ്പെടും വിധത്തിലായിരുന്നു കാര്യങ്ങൾ അവതരിപ്പിച്ചത്. രണ്ടാം ഘട്ടം ചർച്ചയും കഴിഞ്ഞു. രണ്ടാം ഘട്ടം ചർച്ച നടക്കുന്നതിന് മുമ്പ് തന്നെ ഇറാന്റെ പരമോന്നത നേതാവ് ആണവ പരീക്ഷണങ്ങൾ അവസാനിപ്പിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്ന കാര്യം വ്യക്തമാക്കി. നേരത്തെ അബ്ബാസ് അരാക്ചി
ആദ്യം നിങ്ങൾ ഇസ്രായേലിനെ അനുസരിപ്പിക്കൂ, അതിനുശേഷം ഇസ്രായേൽ അത് അനുസരിച്ചാൽ ഞങ്ങൾക്കും ആണവായുധം വേണ്ട എന്ന ഒരു നിലപാട് ഞങ്ങൾ സ്വീകരിക്കും എന്ന് അമേരിക്കയോട് പറഞ്ഞിരുന്നു. അതിന്റെ ബാക്കി എന്നോണം ഉള്ള കാര്യങ്ങളെല്ലാം ഉള്ളതുപോലെ മുഖത്ത് നോക്കി പറയേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ ആയത്തുള്ള അലി ഖംനായി അമേരിക്കയോട് പറഞ്ഞു കഴിഞ്ഞു. എന്തായാലും രണ്ടാം ഘട്ടം ചർച്ച നടക്കുന്നതിന് മുമ്പ് തന്നെ അമേരിക്ക ഒരു തീരുമാനമെടുത്തു. ഇസ്രായേൽ ഇവിടെ ഇറാനെ ആക്രമിക്കണം എന്ന് പറഞ്ഞ് ഇങ്ങനെ ധൃതി കൂട്ടുമ്പോൾ നിങ്ങളൊന്ന് അടങ്ങിയിരിക്കൂ, ഇറാനെ ആക്രമിച്ചാൽ അതിന്റെ പ്രത്യാഘാതം വളരെ വലുതായിരിക്കും, അത്ര പെട്ടെന്നൊന്നും നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം നടക്കില്ല എന്ന ഒരു മുന്നറിയിപ്പ് ഇസ്രായേലിന് കൊടുത്തു. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ വീണ്ടും അമേരിക്കയെ നിർബന്ധിച്ചു, മെയ് മാസത്തിൽ തന്നെ ഇവിടെ ഇറാനെ ആക്രമിക്കണം, അതിനാവശ്യമായിട്ടുള്ള ഒരു അനുമതി ഞങ്ങൾക്ക് നൽകണം, അമേരിക്കയുടെ കൂടെ ഒരു പിന്തുണയുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ആക്രമണം നടത്താൻ കഴിയൂ എന്ന് ഇസ്രായേൽ ആവർത്തിച്ച് അമേരിക്കയോട് പറഞ്ഞപ്പോൾ എന്തായാലും ഞങ്ങളുടെ അനുമതിയോടുകൂടി ഞങ്ങളുടെ സമ്മതത്തോടുകൂടി ഞങ്ങൾ നൽകുന്ന ആയുധം കൊണ്ട് നിങ്ങൾ ഇറാനെ ആക്രമിക്കില്ല, അതൊരിക്കലും നടക്കില്ല എന്ന കാര്യം വ്യക്തമാക്കി. ഇറാനെ ആക്രമിക്കണമെങ്കിൽ, ഇറാനെ കീഴ്പ്പെടുത്തണമെങ്കിൽ വെറുതെ അങ്ങ് പോയി എന്തെങ്കിലും പടക്കം പൊട്ടിച്ചതുകൊണ്ട് ഇറാൻ ഒന്നും സംഭവിക്കില്ല എന്ന കാര്യം അമേരിക്കക്കറിയാം. അത് തന്നെയാണ് അമേരിക്ക ഇസ്രായേലിനോട് പറഞ്ഞത്. നേരത്തെ നിങ്ങൾ ഇറാനെ ആക്രമിച്ചതാണ്, നിങ്ങളുടെ മിസൈലുകൾക്കോ നിങ്ങളുടെ ബോംബുകൾക്കോ ഇറാനെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പർവ്വത നിരകൾക്കടിയിലാണ് ഇറാന്റെ മിസൈൽ സെറ്റുകൾ. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ അങ്ങേയറ്റം സുരക്ഷിതമായ മേഖലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇറാനെ ആക്രമിച്ച ആണവ കേന്ദ്രങ്ങൾ തകർക്കാനോ മിസൈൽ സെറ്റുകൾ തകർക്കാനോ അല്ലെങ്കിൽ അവരുടെ ആയുധങ്ങൾ സൂക്ഷിച്ചിട്ടുള്ള താവളങ്ങൾ തകർക്കാനോ നിങ്ങളുടെ ആയുധം കൊണ്ട് കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ വെറുതെ ഇറാനെ കയറി തോണ്ടിയാൽ ഇറാൻ നിങ്ങളെ കയറി മാന്തും, വെറുതെ മാന്ത് വാങ്ങിക്കാൻ നിൽക്കണ്ട എന്ന് അമേരിക്ക വീണ്ടും പറഞ്ഞു. എന്തായാലും ഇസ്രായേൽ ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ അമേരിക്കക്ക് മുന്നിൽ ഉന്നയിക്കുമ്പോൾ അമേരിക്ക ഇറാനെ ആക്രമിക്കുന്നതിന് വേണ്ടി വലിയ പ്രഹരശേഷിയുള്ള ബോംബുകൾ വഹിച്ച് ആക്രമിക്കാൻ കഴിയും വിധമുള്ള B-2 ബോംബർ വിമാനങ്ങൾ ഇവിടെ ഡീഗോ ഗാർഷ്യയിൽ ആ വിമാനങ്ങൾ ലാൻഡ് ചെയ്തു. ആ വിമാനങ്ങൾ ഉപയോഗിച്ച്, ആ യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് ഇറാനെ ആക്രമിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പദ്ധതി അമേരിക്കക്കുണ്ടായിരുന്നു. ഈ സമയത്താണ് അമേരിക്കയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം ഉയർന്നു വരുന്നത്. ഒരിക്കലും അമേരിക്കയുടെ ആവശ്യത്തിന് വേണ്ടിയല്ലാതെ വലിയ ആയുധങ്ങൾ എടുത്ത് ഇറാനെ ആക്രമിക്കാൻ പോകേണ്ടതില്ല. ഇസ്രായേൽ അങ്ങനെ പലതും പറയും. ഇസ്രായേലിന്റെ വാക്ക് കേട്ട് ഇറാനുമായി ഒരു യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ടാൽ ആ യുദ്ധം നീണ്ടുപോകും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ ഒരു നീണ്ട യുദ്ധം നടത്തുന്നതിനുള്ള ശേഷി അമേരിക്കക്കില്ല. അതുകൊണ്ട് തന്നെ അതിന് നിൽക്കണ്ട എന്ന ഒരു അഭിപ്രായം അമേരിക്കയിൽ ഉയർന്നു വന്നതോടുകൂടി ട്രംപ് പൂർണ്ണമായും ഇറാനെ ആക്രമിക്കേണ്ട എന്ന നിലപാട് സ്വീകരിച്ചു. എന്തായാലും ഏറ്റവും അവസാനം മനസ്സിലാക്കാൻ കഴിയുന്നത് ഇസ്രായേലിന്റെ ആ മോഹങ്ങൾക്കൊക്കെ ശക്തമായ തിരിച്ചടി കിട്ടി. വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്നുള്ളതാണ്. കാരണം അമേരിക്കയെ നിർബന്ധിച്ച് യുദ്ധത്തിലേക്ക് കൊണ്ടുവരാം, ഇറാനെ ആക്രമിക്കാം എന്നുള്ള ആ ഒരു വ്യാമോഹം ഇസ്രായേലിനുണ്ടായിരുന്നു. അത് പൂർണ്ണമായും ഇല്ലാതായി. ഒരിക്കലും അമേരിക്ക ഒരു യുദ്ധത്തിന് മുതിരില്ല, ഇറാനെ ആക്രമിക്കില്ല. ഇറാനെ ആക്രമിക്കണമെങ്കിൽ ഇവിടെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഗൾഫ് മേഖലകളിലെ അവരുടെ വ്യോമതാവളങ്ങൾ ഉപയോഗിക്കണം. ആ വ്യോമതാവളങ്ങൾ ഉപയോഗിക്കാൻ സൗദി അറേബ്യ സമ്മതിക്കില്ല, ബഹ്റൈൻ സമ്മതിക്കില്ല, ഖത്തർ സമ്മതിക്കില്ല, UAE സമ്മതിക്കില്ല. ഇത്തരത്തിലുള്ള ഈ രാജ്യങ്ങളെ മുഴുവൻ വെറുപ്പിച്ചുകൊണ്ട് ഇവിടെ ഇറാനെ ആക്രമിച്ച് ഒറ്റപ്പെടാൻ അമേരിക്കക്ക് താല്പര്യമില്ല. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പലതും പറയാം, ഞങ്ങൾ അതിന് ഉദ്ദേശിക്കുന്നില്ല എന്ന ഒരു നിലപാട് അമേരിക്ക സ്വീകരിച്ചു. മാത്രമല്ല രണ്ടാം ഘട്ടം ചർച്ച കഴിഞ്ഞതോടുകൂടി ഇറാന്റെ നിലപാട് ഒരിക്കൽ കൂടെ വ്യക്തമാക്കി, ആണവ പരീക്ഷണങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും, അത് വേണ്ടെന്ന് വെക്കാൻ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല. അതേസമയം ആണവായുധങ്ങൾക്ക് പുറകെ പോകാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ആണവായുധങ്ങളുമായി അല്ലെങ്കിൽ ആണവ പരീക്ഷണങ്ങളുമായി മുന്നോട്ട് പോകുന്ന പക്ഷം ഞങ്ങൾ ഒരിക്കലും ആണവ പരീക്ഷണങ്ങൾ വേണ്ടെന്ന് വെക്കില്ല, ആണവായുധങ്ങൾ വേണ്ടെന്ന് വെക്കില്ല. ഇസ്രായേൽ വേണ്ടെന്ന് വെച്ചാൽ ഞങ്ങളും വേണ്ടെന്ന് വെക്കും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ ഞങ്ങൾക്കൊരു ഭീഷണിയാണ്. ആ രാജ്യത്തെ ഞങ്ങൾ അങ്ങനെ തന്നെ കാണേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ നിലവിലെ ഞങ്ങൾ സ്വീകരിച്ച നിലപാടുമായി മുന്നോട്ട് പോയേ മതിയാകൂ. ഞങ്ങളുടെ പൂർവികർ നടത്തിയിട്ടുള്ള പരീക്ഷണങ്ങളുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾക്ക് ആണവ പരീക്ഷണങ്ങൾ നടത്താനായത്, ആണവായുധങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ ഞങ്ങളുടെ വളരെ പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ ഞങ്ങളുടെ പൂർവികർ നടത്തിയ കണ്ടെത്തലുകളാണ്. അതുകൊണ്ട് തന്നെ അതൊന്നും വേണ്ടെന്ന് വെക്കാൻ തൽക്കാലം ഉദ്ദേശമില്ല എന്ന നിലപാട് ഇറാൻ ഇവിടെ ആവർത്തിച്ചതോടുകൂടി ഇറാന് മുന്നിൽ അമേരിക്കക്ക് വഴങ്ങേണ്ടി വന്നു എന്നുള്ളതാണ്. എന്തായാലും അമേരിക്ക ഇറാന് മുന്നിൽ വഴങ്ങിയതോടുകൂടി, ഇറാനെ അംഗീകരിച്ചതോടുകൂടി ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വെളുക്കാൻ തെച്ചത് പാണ്ടായി. ഇവിടെ ഇറാനെ ആക്രമിക്കണം എന്ന് പറഞ്ഞ് ധൃതി പിടിച്ചതോടുകൂടി ഒരിക്കലും അത്തരത്തിലൊരു മോഹം നടക്കില്ല എന്ന ഒരു നിലപാട് അമേരിക്ക സ്വീകരിച്ചു. ഇതോടുകൂടി അമേരിക്കയും ഇറാനും തമ്മിലുള്ള പ്രശ്നം തൽക്കാലം ആ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി. ഇസ്രായേൽ ഇപ്പോൾ പടിക്ക് പുറത്തായി എന്നുള്ളതാണ് അവസ്ഥ.